കുട്ടികളിൽ സർവ്വസാധാരണമായി കാണുന്ന അസുഖമാണ് മംസ് അഥവാ മുണ്ടിവീക്കം. മുണ്ടിവീക്കം, മുണ്ടിനീര് എന്നിങ്ങനെ സാധാരണയായി അറിയപ്പെടുന്ന ഈ രോഗം പാരാമിക്സോ വൈറസ് പാരോട്ടിഡൈറ്റിസ് എ ഗണത്തിൽപ്പെട്ട വൈറസ് ആണ് ഉണ്ടാക്കുന്നത്. പ്രധാനമായും ഉമിനീർ ഗ്രന്ഥികളെയാണ് ഈ രോഗം ബാധിക്കുന്നത്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് സാധാരണയായി ഈ രോഗം കാണുന്നത്. എങ്ങനെയാണ് മംസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് നോക്കാം. രോഗബാധിതരുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും വായുവിലൂടെയുമാണ് പ്രധാനമായും രോഗം പകരുന്നത്. പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. 2 മുതൽ 4 ആഴ്ച വരെയുള്ള ഇൻക്യുബേഷൻ പീരീഡിനു ശേഷം പനി, ക്ഷീണം, തലവേദന എന്നീ ലക്ഷണങ്ങളാണ് പ്രാരംഭഘട്ടത്തിൽ കാണുക. തുടർന്ന് ചെവിയുടെ താഴെ കവിളിന്റെ വശങ്ങളിലായി പരോട്ടിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാകുന്നു. മുഖത്തെ ഒരു വശത്തെയോ 2 വശങ്ങളെയോ ഇത് ബാധിക്കാം. വായ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും പ്രയാസം അനുഭവപ്പെടാം. രോഗനിർണയം എങ്ങനെയാണെന്ന് നോക്കാം. സംശയമുള്ള ഘട്ടങ്ങളിൽ രക്തപരിശോധനയിലൂടെ IgM ELISA ടെസ്റ്റിലൂടെ രോഗം കൺഫേം ചെയ്യാവുന്നതാണ്. ഏതൊരു വൈറൽ പനിയെപ്പോലെ തന്നെയും മംസ് രോഗബാധ ഉള്ളയൊരാൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം റെസ്റ്റ് എടുക്കുക, വിശ്രമിക്കുക എന്നുള്ളതാണ്. കൂടാതെ വാം സലൈൻ മൗത്ത് വാഷ് ഉപ്പുവെള്ളത്തിൽ ഗാർഗിൾ ചെയ്യുകയും പനിക്ക് പാരസിറ്റമോൾ ഗുളികകൾ കഴിക്കുകയും ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റേതൊരു വൈറൽ ഇൽനെസ്സിനെ പോലെയും മംസ് രോഗത്തിനും അതിന് തക്കതായ ആന്റിവൈറൽ ചികിത്സ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മംസ് രോഗം പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും മികച്ച ചികിത്സ. കൃത്യമായ ഇടവേളകളിൽ കുത്തിവെപ്പ് എടുക്കുക വഴി മംസ് രോഗത്തിനെതിരെയുള്ള പ്രതിരോധം നമുക്ക് ആർജിക്കാവുന്നതാണ്. കുട്ടികളിൽ 15-ാം മാസം നൽകുന്ന MMR വാക്സിൻ, മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ എടുക്കുക വഴി മംസ് രോഗത്തെ ചെറുക്കാൻ നമുക്ക് സാധിക്കും.